ക്ഷേത്രങ്ങൾക്ക് വരുമാനം കൂട്ടി ലാഭത്തിലാക്കാൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഒരു നിർണായകമായ ഒരു നീക്കമാണ് ഇന്ന് നിയമസഭയിൽ ദേവസ്വം ബോർഡ് മന്ത്രി കെ മുരളീധരൻ പറയുന്നത്. അതായത് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള മിക്ക ക്ഷേത്രങ്ങളും വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. ആകെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ 1, 2 അല്ലെങ്കിൽ 10-ൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് സാമ്പത്തികമായി ഒന്ന് തല ഉയർത്തി നിൽക്കുന്നത്. ബാക്കിയെല്ലാം വലിയ രീതിയിൽ സാമ്പത്തികമായ നഷ്ടത്തിലാണ് ക്ഷേത്രങ്ങളെല്ലാം തന്നെ പോകുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് മന്ത്രി കെ മുരളീധരൻ പറയുന്നത്. അതിൽ എങ്ങനെ ക്ഷേത്രങ്ങൾക്ക് വലിയ രീതിയിൽ സാമ്പത്തികമായി അവർക്ക് നേട്ടമുണ്ടാക്കാം എന്നുള്ള ചില പദ്ധതികളാണ് കെ മുരളീധരൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ വരുമാനങ്ങളുടെ, അതായത് വരുമാനം കിട്ടാൻ വേണ്ടി ക്ഷേത്രത്തിൽ വഴിപാടുകളുടെ എണ്ണം കൂട്ടും എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. കൂടാതെ വഴിപാടുകളുടെ നിരക്ക് ഇപ്പോൾ എത്രയാണോ ഓരോ വഴിപാടിനും ക്ഷേത്രങ്ങളിൽ ഈടാക്കുന്നത് അതിന്റെ നിരക്കുകൾ കൂട്ടും, അതിലൊരു വലിയൊരു വർധനവ് വരുത്തുമെന്നാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത്. കൂടാതെ ക്ഷേത്ര സ്വത്തുക്കൾ വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുമെന്നാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. കാരായ രാജൻ, കെ യു ജനീഷ് കുമാർ, ബി ജോയ്, പി സുമോദ് എന്നിവരുടെ ചോദ്യങ്ങൾക്കാണ് കെ മുരളീധരൻ ഇങ്ങനത്തെ ഒരു മറുപടി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ദേവസ്വം ബോർഡിലെ ഒഴിവുള്ള തസ്തികകൾ നികത്താൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മന്ത്രി ക്ഷേത്രത്തിലെ വിവിധ വികസന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയിട്ടുള്ളതായും വിശദീകരിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡുകളുടെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടെന്ന് വിശദീകരിച്ച മന്ത്രി ദേവസ്വം ബോർഡ്, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആകെയുള്ള ചെലവ് അത് വരവിനേക്കാൾ കൂടാതെ ഇരിക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തുമെന്നാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത്. അതായത് ദേവസ്വം ബോർഡിന് വലിയ രീതിയിൽ ഉള്ള വരവ് അവർക്ക് കിട്ടുന്നില്ല, അവരുടെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ വലിയ നേട്ടമൊന്നും അവർക്ക് കിട്ടുന്നില്ല. പക്ഷേ വരവിനേക്കാളിലും ചെലവ് ഇപ്പോൾ വലിയ രീതിയിൽ ഓരോ ക്ഷേത്രങ്ങളിലും കൂടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദേവസ്വം ബോർഡ് ജീവനക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കണമെങ്കിൽ ശബരിമലയിൽ മകരവിളക്ക് മണ്ഡലകാല സീസണിൽ കിട്ടുന്ന കോടികളുടെ വരുമാനം അത് വച്ചിട്ടാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് എന്നാണ് കെ മുരളീധരൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വഴിപാടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കൂടുതൽ ഭക്തജനങ്ങളെ ആകർഷിക്കുന്നതിനുമായി പലതരത്തിലുമുള്ള ഒരു നീക്കങ്ങൾ, അതായത് പലതരത്തിലുള്ള വഴിപാട് നീക്കങ്ങൾ അല്ലെങ്കിൽ വഴിപാട് നിരക്കുകൾ, കെട്ടിട വാടക എന്നിവയിൽ വർധനവ് വരുത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. കൂടാതെ ക്ഷേത്രങ്ങളിലടക്കം ഈ ഉപയോഗമില്ലാതെ കിടക്കുന്ന റൂമുകളൊക്കെ ഭക്തജനങ്ങൾക്ക് വന്ന് താമസിക്കാനുള്ള ഒരു ലോഡ്ജുകളാക്കി മാറ്റാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ റെസ്റ്റ് റൂമാക്കി മാറ്റാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അങ്ങനത്തെ ഒരു ഐഡിയയും കൂടി ഉണ്ടെന്നാണ് മന്ത്രി ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഓൺലൈൻ വഴിപാട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. കൂടാതെ വഴിപാട് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഒഴിഞ്ഞുകിടക്കുന്ന വാടക മുറികൾ ടെൻഡർ ചെയ്തും മൈതാനങ്ങൾ വാടകയ്ക്ക് നൽകിയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുമെന്നാണ് വിശദീകരണം. മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചെങ്കിലും ക്ഷേത്ര വരുമാനം ഏകീകരിച്ച് ഫണ്ട് പൂളിംഗ് സംവിധാനത്തിലുള്ള സമഗ്രമായ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പറയുന്നുണ്ട്. കൂടാതെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണ്, എന്നാൽ കുടൽമാണിക്യം ദേവസ്വത്തിന് വരവിനേക്കാൾ ചെലവ് വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ട് എന്നാണ് കെ മുരളീധരൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. അതായത് കെ മുരളീധരൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ, അതായത് 2 തരത്തിലാണ് ക്ഷേത്രങ്ങളെ താരതമ്യം ചെയ്തത്. ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളും, ഒന്ന് ട്രസ്റ്റുകളുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളും. ട്രസ്റ്റുകളുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തികമായ അവർക്ക് അസറ്റ് ഉണ്ട്, അവർക്ക് വരവിനേക്കാൾ അവർക്ക് നല്ല രീതിയിൽ ചെലവിനേക്കാൾ അവർക്ക് വരവ് നല്ല രീതിയിൽ കൂടുന്നുണ്ടെന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ പറയുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ട്രസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ല. ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ പൈസയുടെ വരവ് കുറവാണ്, പക്ഷേ ചെലവ് വലിയ രീതിയിൽ കൂടുതലാണ്. ചെലവ് അനുസരിച്ചുള്ള പണം അവരുടെ ട്രഷറിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഫണ്ടിലേക്ക് വരുന്നില്ല എന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇനി ഈ തന്ത്രിയുമായിട്ട് ഒന്ന് സംസാരിച്ചതിന് ശേഷം ഓരോ ക്ഷേത്രത്തിലും ഇനി എത്രയൊക്കെ പൂജകളുടെ എണ്ണങ്ങൾ വർദ്ധിപ്പിക്കാം, അതായത് പുതിയ പുതിയ പൂജകൾ കൊണ്ടുവന്ന് ഭക്തജനങ്ങളെ എങ്ങനെയൊക്കെ രീതിയിൽ ഏതൊക്കെ തരത്തിൽ ആകർഷിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ചെയ്യുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. കൂടാതെ നിലവിലുള്ള പൂജകളുടെ വില അത് എത്രയാണോ അതിനെ ഒന്ന് കൂട്ടുക, ചിലപ്പോൾ 2% വർധന അല്ലെങ്കിൽ 10 മടങ്ങ് വർധനവ് വരുത്താനുള്ള ഒരു നീക്കമുണ്ട്. അങ്ങനെയൊക്കെ വരുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിന് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തികമായി ഒന്ന് നല്ലതാക്കി നിർത്തുക എന്നുള്ളൊരു നീക്കമാണ് ഇപ്പോൾ കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞത്. കൂടാതെ ഒരുപാട്, അതായത് ഈ ദേവസ്വം ബോർഡിന്റെയൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിൽ മൈതാനങ്ങൾ വെറുതെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതെല്ലാം തന്നെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് അവിടെ എന്തെങ്കിലും കെട്ടിടങ്ങളെല്ലാം തുറക്കുകയും ഏതെങ്കിലും ഈ ഹിന്ദുക്കളെയൊക്കെ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ബുക്കുകളുടെ ഒരു വ്യാപാരം അല്ലെങ്കിൽ മാലകൾ, പൂക്കൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ബിസിനസ്
സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഹോട്ടലുകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് അവിടെ നിന്നും വലിയ രീതിയിലുള്ള ഒരു പണം ദേവസ്വം ബോർഡിന്റെ ഖജനാവിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ആലോചിക്കുന്നതെന്നാണ് കെ മുരളീധരൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. എന്നാലും ഈ വഴിപാടുകളുടെ നിരക്ക് അത് കൂട്ടുക എന്നുള്ളത് ചിലപ്പോൾ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി മാറും. കാരണം എല്ലാ ഭക്തജനങ്ങളും ഇപ്പോൾ അംബാനിയെ പോലെ അല്ലെങ്കിൽ അദാനിയെ പോലെ പണക്കാരായിരിക്കണമെന്നില്ല, പാവപ്പെട്ടവരായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ വിലകൾ 1-2 രൂപ വർദ്ധിച്ചാൽ പക്ഷെ കുഴപ്പമില്ല. പക്ഷെ 10 മടങ്ങ് അല്ലെങ്കിൽ 2 ഇരട്ടി വർദ്ധിപ്പിക്കുമ്പോൾ അത് സാധാരണ പാവപ്പെട്ട ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രയാസമായി മാറുമെന്നാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളടക്കം ഈ വാർത്ത വന്നതോടെ ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്.